പ്രഹരം കൊണ്ടു ദേവിതൻ ഗണങ്ങളെ ഖണ്ഡിച്ചു കളകയും ഗുരക്ഷേപണങ്ങളാൽ ചിലരെല്ലാം കുലപദങ്ങളാൽ മർദ്ദിക്കയും ചിലരെ നിശിത ശൃംഗങ്ങളാൽ വേദിക്കയും ചിലരെ മഹാനിനാദങ്ങളാൽ മോഹിപ്പിച്ചും ചിലരെ ഭ്രമണവേഗം കൊണ്ടു ധൂളിപ്പിച്ചും ചിലരെ നിശ്വാസവാദങ്ങളാൽ പതിപ്പിച്ചും പേടിപ്പിച്ചിതു ദേവീഗണത്തെയെല്ലാം അവൻ. ഓടിയെത്തിനാൻ മൃഗേന്ദ്രൻ തന്നെ താടിപ്പാനായി ശൃംഗങ്ങൾ കൊണ്ടു ഗിരിശൃംഗങ്ങളെല്ലാം ഉടൻ ഭംഗമാക്കിയും പാരമലറിച്ചുരമാന്തി ക്രൂരമായുള്ള ഗുരക്ഷേപണം കൊണ്ടു തന്നെ പാരിടമെല്ലാമൊക്കെ പിളർന്നു ചമയ്ക്കയും ചണ്ഡശൃംഗാഗ്രവിഭിന്നങ്ങളാം ഘനങ്ങളെ ഖണ്ഡിച്ചുടൻ ഭൂമിയിൽ പതിപ്പിച്ചും ഇങ്ങനെ കോപിച്ച സുരേശ്വരനടുത്തപ്പോൾ മംഗലയായിട്ടുള്ള ചണ്ഡികാദേവി താനും പാശക്ഷേപണം കൊണ്ടു ഖണ്ഡിച്ചാളവനെയും ആശു സിംഹാകൃതിയായി കഴിച്ചാൻ പാശത്തെയും തൽക്കടുത്തറുത്തപ്പോൾ കാണായി പുരുഷനായി ഖഡ്ഗവും ധരിച്ചപ്പോൾ പുരുഷൻ തന്നെ ദേവി ബാണങ്ങൾ കൊണ്ടു മൂടി ഖഡ്ഗചർമ്മങ്ങളോടും കാണാതായിപ്പോൾ ഒരു ഗജമായി മഹിഷനെ തൽക്ഷണേ പിടിച്ചിഴച്ചീടിനാൾ മൃഗേന്ദ്രനെ തൽക്കരം ഖഡ്ഗം കൊണ്ടു ഛേദിച്ചു മഹേശ്വരി. തൽക്കാലേ മഹിഷനായി ചമഞ്ഞാന സുരേന്ദ്രനൊന്നൊക്കെയൊന്നിളകീതു ലോകങ്ങൾ മൂന്നും അപ്പോൾ ക്രുദ്ധയാം ജഗന്നാഥാവായ ചണ്ഡികാദേവി ഉത്തമമായ മധുപാനവും തുടങ്ങിനാൾ. ചണ്ഡികാദേവി പൊട്ടിച്ചിരിച്ചും പാനം ചെയ്തും മണ്ഡലാകാരം പൂണ്ടു ചുവന്നു നയനങ്ങൾ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.